ഇളവൻകോണം യക്ഷിയമ്മ ആൽത്തറ ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാനായി എത്തിയത്. രാവിലെ 10:30 ആരംഭിച്ച പൊങ്കാല ഉച്ചവരെ നീണ്ടു. ഉദ്ദിഷ്ടകാര്യത്തിനും രോഗപീഠകൾ മാറുന്നതിനുമാണ് പ്രധാനമായും പൊങ്കാല സമർപ്പണം നടന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ പൊങ്കാല സമർപ്പണത്തിനായി എത്തിയിരുന്നു. കാരുണ്യത്തിന്റെ ശ്രീകോവിൽ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് ഇന്ന് സമാപനമാകുന്നു. അന്നദാനവും വിവിധ കലാപരിപാടികളും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. തൃക്കാഞ്ഞിരപുരം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വർണ്ണശബളമായ ഘോഷയാത്രയും ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. എല്ലാ തവണയും വളരെ ഭംഗിയായിട്ടാണ് ഉത്സവം നടക്കുന്നത്. ഇത്തവണയും എന്തൊക്കെയായിരുന്നു നമ്മുടെ ഉത്സവത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്നത്? നമ്മുടെ ഇളവൻകോണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്രം കാരുണ്യത്തിൻ്റെ ശ്രീകോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. അനവധി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും നടത്തുന്നുണ്ട്. ഈ വർഷവും വിപുലമായ രീതിയിലാണ് 5 ദിവസക്കാലം ഉത്സവം നടന്നത്. 15-ാം തീയതി തുടങ്ങി 19-ാം തീയതി അവസാനിക്കുന്ന 5 ദിവസത്തെ ഉത്സവം. എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ അന്നദാനങ്ങളും വിവിധ കലാപരിപാടികൾ, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ വിവിധ കലാകാരന്മാർ പങ്കെടുക്കുന്ന വിവിധങ്ങളായ കലാപരിപാടികളും അതുപോലെ തിരുവാതിരക്കളിയുമൊക്കെ ക്ഷേത്ര ഉത്സവത്തോട് നടന്നു. ഇന്ന് 5-ാം ദിവസമായി ഇന്ന് ഒരു മെഗാ ഷോ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചാനലിലൂടെ ശ്രദ്ധേയരായ കലാകാരന്മാരും അതുപോലെ അനവധി സിനിമകളിലും ബിഗ് ബോസ് താരങ്ങളുമൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രൈം ടൈം കോമഡി ഷോ എന്ന് പറയുന്ന ഒരു കലാപരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃക്കാഞ്ഞിരപുരം ശ്രീ മഹാദേവന്റെ തിരുസന്നിധിയിൽ നിന്ന് വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടുന്ന ഘോഷയാത്ര ചിങ്കാരിമേളങ്ങളുടെയും നാദസ്വരങ്ങളുടെയും മുത്തുക്കുടയുടെയും ബാലന്മാരുടെയും ക്ഷേത്ര മാതൃസമിതിയുടെയും ഭക്തജനങ്ങളുടെയും ഒക്കെ അകമ്പടിയോടെ ആമച്ചൽ വഴി ചന്ദ്രമംഗലത്ത് എത്തിച്ചേരുമ്പോൾ ക്ഷേത്ര മേൽശാന്തി ശ്രീ സുബ്രഹ്മണ്യം പോറ്റി സ്വീകരിച്ച് കുങ്കുമ അഭിഷേകം നടത്തുന്നു. ഇങ്ങനെ ഈ വർഷത്തെ ഉത്സവത്തിന് എല്ലാവരുടെ ഭാഗത്തുനിന്നും അനവധി സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ ഇളവൻകോണം യക്ഷിയമ്മ ആൽത്തറ ദേവീക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. എന്നോടൊപ്പം ഉള്ളത് സെക്രട്ടറി ശ്രീ പ്രശാന്ത് എം മുരളി, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അനിൽ ട്രഷറാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ 17 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അതുപോലെ തന്നെ ട്രസ്റ്റ് അംഗങ്ങളും ഭക്തജനങ്ങളും ഒക്കെ കൂടിയാണ് വിപുലമായ രീതിയിൽ ഈ ഉത്സവം സംഘടിപ്പിച്ചത്.